ഹലോ, അപ്പോൾ നമ്മൾ ഡേ 2 തന്നെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ആണോ? സോ ഇവിടെ കണ്ടോ ഫുള്ള് നെൽകൃഷിയുടെ ഇതും പിന്നെ എന്തൊക്കെയോ ഫ്രൂട്ട്സും അങ്ങനെ എന്തൊക്കെയോ ഉള്ള കുറെ സാധനങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഉലന്താണു ടെമ്പിളിലാണ്. അവിടെ എന്താ ഉള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഫുൾ ചുമ്മാ കാട് പോലെയാ. ഇവിടെ അവരിങ്ങനെ ഓരോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. മഴയത്ത് ഉളുന്താനും ടെമ്പിൾ കാണാൻ വന്ന് 2 പേർ റെയിൻകോട്ടിനെ വഴിക്കും പോകുന്നുണ്ട്. ആ ശരിയാണല്ലോ. ഹലോ, നമ്മൾ പെട്ട് ഗൈസ്. മഴയായിപ്പോ ഇവിടെ വന്നപ്പോ ഞങ്ങളെത്തിയത് കൊടയൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ പോലെ കേൾക്കാന്ന് പറഞ്ഞൂടാ. ഈ കൊട ഇനി തിരിച്ചു കൊടുക്കണം. ഇവിടുന്ന് 10,000 രൂപ, ഇവിടുത്തെ 10,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കണം. അതെനിക്ക് സങ്കടം. മണ്ണാൽ നിർത്തിയിടാൻ വഴി നമ്മൾ വന്നപ്പോഴേ മഴയായിരുന്നില്ലേ? ഞങ്ങളിവിടെ വണ്ടി വെച്ചത് മഴ തുടങ്ങി. കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ ആൾക്കാർ കഴിയുക മഴയത്ത്. ഓ അങ്ങോട്ടൊക്കെ അങ്ങോട്ട്. എന്താ സംഭവം അത് പറഞ്ഞത്? ഉളുന്താനോ ടെമ്പിൾ എന്താ സംഭവം അറിഞ്ഞൂടാ. ചോദിക്കുന്നതനുസരിച്ച് മഴയും കൊടുക്കുന്നുണ്ടോ? അപ്പോൾ വേറെ നനയുന്നുണ്ടോന്നൊരു ഡൗട്ടുണ്ട്. അവിടെ ഓർത്ത് പോകാൻ കാണത്തില്ല. പെരുമഴ പണ്ടാലും ഉളുന്താനും കാണാൻ വന്നത് ഈ പെരുമഴയത്ത്. നാട്ടില് മഴയുടെ ഒരു കുറവില്ലാത്തതുകൊണ്ട് റെയിൻകോട്ട് ഇട്ടിരിക്കും. ഞാൻ റെയിൻകോട്ട് ഇട്ടിട്ട് എൻ്റെ തൊപ്പിയൊക്കെ കാറ്റത്ത് പറന്നുപോയി. എനിക്ക് ചെറുതാണെന്ന് തോന്നി, വലുതാണെന്ന് തോന്നി റെയിൻകോട്ട്. അതെ, സൺസ്ക്രീൻ ഓണാക്കിയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അവരെല്ലാവരും ചെയ്യും. നമ്മൾ അതിന് പ്രശ്നമില്ല. ആരെങ്കിലും കാണും. ഇത് ഭയങ്കര മഴ. എവിടെ കയറി നിൽക്കുമല്ലോ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഷൂസ് അത്ര നനഞ്ഞു. നാളെ ഞങ്ങൾ ചെരുപ്പിൽ നടക്കേണ്ടി. ചെരുപ്പില്ലല്ലേ? ഇല്ല. സഞ്ചരിക്കുന്ന വ്യക്തി ഉടുപ്പൊന്നും നനഞ്ഞ്. ഇത് വെറൈറ്റി വീഡിയോ ആയിരിക്കും. ആരും ബാലിയിൽ മഴയത്തുള്ള വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല. ഞങ്ങളായിരിക്കും ആദ്യമായിട്ട് മഴയത്തൊന്ന് ബാലിയിൽ. ഇത് ഫോട്ടോ എടുക്കാനും കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ കൂട്ടം അടിയാണ് ഫോട്ടോ എടുക്കാൻ. വേണമെങ്കിൽ ഗോപ്രോയിൽ വലുതായിട്ട് നനയത്തില്ലല്ലോ. എനിക്ക് കണ്ട കൊണ്ട് എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോകും. കുഴപ്പമില്ല, ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും. ആ കൊടയാണോ? ക്ലിയറില്ല, എനിക്ക് നനയൊന്നുമില്ല. അവിടെ പോയി നിൽക്കട്ടാ. അവിടെ ഒന്ന് എഴുതിയിരിക്കുന്നത് visitor entering this temple are now requested to be dressed neatly and properly.
ഇരുട്ട് ഗൈസ്. പെട്ടെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും മഴ എനിക്ക് തോന്നുന്നു. എന്തോ ഒരു മഴയാ ഇവിടെ, നനഞ്ഞ പൊളിച്ചൊരു വഴിയായി. ഷൂസ്, അതായത് നമ്മൾ എല്ലാം ഷൂസ് സോക്സൊക്കെ ഇട്ട് വന്ന് എല്ലാം നനഞ്ഞു. അത് റെയിൻകോട്ടൊക്കെ ഇട്ട് സായിപ്പൊക്കെ ഓടുന്നു അയ്യെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്തോട്ട് എൻട്രി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ നമുക്ക് മറ്റേ യൂണിഫോം പോലെ ഇട്ട ആളുകളൊക്കെ അല്ലേ ഉള്ളൂ. അറിയില്ല കാരണോ ഇതാരാ രണ്ട് സൈഡിരിക്കുന്നു. കയറണോ അത്? എൻട്രി ഉണ്ടോന്ന് അറിഞ്ഞോട്ടെ. അകത്തുള്ള ഇവിടെ ഉള്ളവർ മാത്രമേ ഇരിക്കുന്നുള്ളൂ. അതുപോലെ ഇവിടെ മറ്റേ മുണ്ടൊന്നും വേണ്ട അകത്ത് കയറുന്നതിന്. സാധാരണ എല്ലാ ടെമ്പിളിലും അങ്ങനെയല്ലേ? ബാക്കിൽ കടലാണോ വന്ന്? ഇവിടെ നമ്മൾ നേരത്തെ വന്നപ്പോഴത്തേക്ക് ബോട്ടിംഗ് ഒക്കെ, സ്പീഡ് ബോട്ട്. നേരത്തെ നീ ഇവിടെ വന്നിട്ടുണ്ടോ? നേരത്തെ നീ വന്നിട്ടുണ്ടോ? നീ നേരത്തെ വന്നപ്പോ എന്നല്ലേ പറഞ്ഞേ? അതായത് നമ്മള് നേരത്തെ 2 വീലറിൽ വന്നില്ലേ, അങ്ങനെ തെളിച്ച് പറയണം, അല്ലെങ്കിൽ നീ സംശയിക്കോ. അടുത്ത നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകണം അല്ലേ? ഇതിന്റെ ഫോട്ടോ അല്ലേ എല്ലാരും ഇടുന്നത്? ഫോട്ടോ എടുക്കാൻ പറ്റിയ സമയത്താണോ? എടുക്കാം ഫോട്ടോ, ഫോണിൽ വേണമെങ്കിൽ എടുക്കാം. ഇതാണ് സ്പോട്ട്. നമ്മളും എടുക്കും അല്ലേ? ഇവിടെ വെള്ളം ഇല്ലല്ലേ വലിയ ആയിക്കോട്ടെ. അങ്ങോട്ട് വെള്ളമുണ്ട്, അങ്ങോട്ട് ഇറങ്ങാനും പറ്റൂലെന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കണ്ടേ നിനക്ക്? അറ്റ്ലീസ്റ്റ് വീഡിയോയിലെങ്കിലും പിന്നെ എടുക്കാം. ഫോട്ടോ എടുക്കാം, കുഴപ്പമില്ല. കുട മാറ്റടി, കുടനെ പൊക്ക്. ഇതിപ്പോൾ അത് കാണുന്നില്ല, ഇതിൻ്റെ കുടയാണ്. ബാക്കിലോട്ട് പോകാം. തിരിഞ്ഞേക്ക് ഇങ്ങോട്ട്. നീ ആരെ നോക്കൊണ്ടിരിക്കുന്നു? ഇങ്ങോട്ട് നോക്കില്ലേ? കോമഡി ആയിട്ടുണ്ട് വീഡിയോയിൽ. സമാധാനമായില്ലേ? പുളുന്താനും ടെമ്പിൾ കണ്ടിട്ട്. എത്ര കിലോമീറ്റർ ആണ്? അറിഞ്ഞൂടാ, 1 മണിക്കൂർ 5 മിനിറ്റ്. അപ്പം നമുക്ക് നമ്മൾ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ളല്ലേ, ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവിടെ എല്ലാം ഇതൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, മഞ്ഞൊക്കെ തെളിഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന ഫോട്ടോസൊക്കെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോയെടുക്കാം. അവിടെ എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല, ചെടികളൊക്കെയാണ് കൂട്ടി വെച്ചേക്കുന്നത്. അങ്ങോട്ട് പോയെടുക്കാം. ഇപ്പോൾ കാണാൻ പോകുന്ന സ്ഥലമാണ് പുരാതമൻ ബീച്ച്. ഇവിടെ പക്ഷേ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ അവരുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. അത് നമ്മൾ കാശ്മീരിൽ വാങ്ങാൻ നമ്മുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് നമ്മുടെ സ്വന്തം കോസ്റ്റ്യൂം ഇട്ട് സൈഡിൽ വന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഫോട്ടോ എടുത്തു. അത് നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം അല്ലേ? നോക്കാം. ഇനി കുറേ ഫോട്ടോ സ്പോട്ട്സ് ആണെന്ന് തോന്നിട്ട് ഇവിടെ ഉള്ളത്. അവിടെ കുറേ ഉണ്ട്. അതിനെ കൂട്ടി പറയാൻ മറന്നുപോയി, നമ്മള് ബർഗർ കഴിച്ചു. രാവിലെ തൊട്ട് ഉച്ച വരെ ഇരുന്ന പട്ടരയ്ക്ക് ശേഷം ഞങ്ങളൊരു ബർഗർ കഴിച്ചു. 4:53. നല്ല വ്യൂ കേട്ടോ. ഈ നടന്ന ഞാൻ എടുക്കാം. ബാഗൊക്കെ ഇവിടെ വെക്കാം, കുഴപ്പമില്ല. താറ
നീ കൊടുത്തോ? ഞാൻ കൊടുക്കും. ഞാൻ കൊടുത്തോ? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. എല്ലാവരും കേട്ടു. എല്ലാവരും കേട്ടു നീ പറയുന്നത്. എന്താ എൻ്റെ മുഖത്തിൻ്റെ അടുത്തൂടെ കേൾക്കട്ടെ. നിനക്ക് ഭയങ്കര മടിയാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഇതിനകത്ത് കയറണമെങ്കിൽ ആക്ച്വലി 10,000 കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളെ അങ്ങോട്ട് കാണിച്ചില്ല. ഇതിനകത്ത് മീനിന് ഫുഡ് കൊടുക്കുന്നതാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ജസ്റ്റ് അതിനകത്തോട് കയറിയിട്ട് അതിനകത്തോട് കയറിയിട്ട് മീന് ഫുഡ് എടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എത്തി നോക്കിക്കഴിഞ്ഞാൽ മീനെ കാണാൻ പറ്റും. മീനിങ്ങനെ കൂട്ടത്തോടെ ഇതോ ശരിയുണ്ട്. നിൻ്റെ ഷൂസ് നനയില്ലേ? നനയാത്ത പോലെയാണ് പറയുന്നത്. പക്ഷെ 10,000 കൊടുത്തിട്ട് മീനിന് ഫുഡ് എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കൊടുക്കാം. അല്ല, അത് ചില ഇതിൽ അവർ കോഴി ഫിഷ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതാണ്. അതുകൊണ്ടായിരിക്കും കോഴി ഫിഷിന് കൊടുത്താൽ ലക്ക വരുമെന്നൊക്കെ ഉള്ള പറയുന്നുണ്ട്. ലക്കിന് വേണ്ടി കോഴി ഫിഷിനെ വളർത്തുന്ന കസ്റ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, ജപ്പാനിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. കോഴി ഫിഷ് ലക്കി ഫിഷ് അതല്ലേ നീ പലയിടത്തും പോകുമ്പോൾ അക്വാറിയത്തിൽ ഒരു കോഴി ഫിഷിനെ ഇട്ടിരിക്കുന്നത് കാണുന്നു. നീ ടാറ്റു ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ നിന്നത്. ഇത് വേറെ അവിടെ പോയി നോക്കണോ? അവിടെ പോയി നോക്കണോ? പക്ഷെ മഴ കഴിഞ്ഞോണ്ട് നല്ല അറ്റ്മോസ്ഫിയർ കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട്. നല്ലതല്ലേ? എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, പോയി കാണിച്ചു വിടും എല്ലാവർക്കും. ഹെൽമെറ്റ് വെച്ചിട്ടോ? ഹെൽമെറ്റ് ഇവിടെ വെക്കാം. അയ്യോ, നിന്റെ ഫ്രണ്ടിനെ വേറെ ആളെടുത്തു. അത് കഴിഞ്ഞിട്ട് എടുക്കാടി. ആരാ ഫ്രണ്ടാണോ? ആരാന്ന് അറിയില്ല. നമ്മള് ഇതിന്റെ കയ്യിൽ ഇതുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നീങ്ങി നിൽക്കും. അതുകൊണ്ട് പന്നി, ഇതാണ്ട് അടുത്ത പന്നി. ബാക്കിലൊരു പന്നി അവിടെ ഇല്ലല്ലോ. അത് സീബ്രയാണോ? പന്നിയല്ല. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തത്ത, അത് കൊള്ളാല്ലേ? അതുകൊണ്ട് കുരങ്ങി. അതൊന്നും ഹോണ. പാർക്കിംഗ് എത്ര ആവുമെന്തോ? പാർക്കിങ്ങിന്റെ ആ ബാഗ് അതെൻ്റെ പോക്കറ്റിലുണ്ട്. എത്ര രൂപയാവുമെന്തോ? ഒരു 6,000-7,000 ഒക്കെ പറയും. രാവിലെ വന്നതാ. രാവിലെ ഒരുപാട് നേരം വന്നിട്ട്. ഒരുപാട് നേരമായി. പക്ഷെ നമ്മൾ രാവിലെ അല്ല, രാവിലെ നമ്മൾ മറ്റേ അമ്പലത്തിൽ പോയില്ലേ? അമ്പലത്തിൽ അമ്പലമായിരുന്നു. ചീത്ത വിളിക്കാൻ വരുന്നത് അത് പേരറിയത്തില്ല, മറന്നുപോയി. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ പോകുന്നു. അപ്പം നമ്മളിവിടുന്ന് മഴയൊക്കെ കഴിഞ്ഞ് നമ്മളെ തിരിച്ചിറങ്ങി. അത് അഹങ്കാരം കാണിച്ചാണ്. ഫോട്ടോ എടുക്കണം, ഞാൻ മഴ നനഞ്ഞിട്ടാണെങ്കിലും ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇപ്പം തിരിച്ച് ഇറങ്ങുവാണ്. ഇവിടുത്തെ സമയം എനിക്കറിയില്ല, സമയം എന്തായിരുന്നു. നേരത്തെ ഒരു 4-4:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു. 5-5:30 ആയി കാണുമായിരിക്കും. അപ്പം നമ്മളിപ്പോൾ തിരിച്ചു പോവാ. ഇനി അടുത്ത ആണോ നോക്കാൻ വേണ്ടി അവിടെ ഇന്ന് വാട്ടർഫോൾ പറഞ്ഞ മാലിമല വാട്ടർഫോൾ നമ്മൾ അങ്ങോട്ട് പോവാണെങ്കിൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് മാത്രമായിരിക്കും. ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. ബെൽ ബട്ടൺ അതാ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. ഓക്കെ, ടാറ്റാ.